നമസ്കാരം, എല്ലാവർക്കും മധുസ് ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ മൾട്ടിമീറ്റർ അൺബോക്സ് ചെയ്യുന്നതാണ് കാണിക്കാൻ പോണത്. ഇത് ഉപയോഗിച്ച് എന്തൊക്കെ മെഷർ ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം. ഇതൊരു പുതിയ മൾട്ടിമീറ്ററാണ്. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻ എന്നൊക്കെ നോക്കാം. ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. തുറന്ന് കാണിക്കാൻ ഇതാണ് മൾട്ടിമീറ്റർ. അത് HTC എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ DM98 എന്ന് പറയുന്ന മോഡലാണിത്. ഇതിപ്പോൾ പുതുതായി ഞാൻ വാങ്ങിയതാണ്. അപ്പം നമുക്ക് ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിൽ ബാറ്ററി ഇടണം. ഇതിൽ ഇടുന്ന ബാറ്ററി AA ടൈപ്പ് AA ടൈപ്പ് ബാറ്ററി, അങ്ങനത്തെ ബാറ്ററിയാണ് ഇതിലിടുക. നമുക്കതിലിട്ട് നോക്കാം. ഇതിലിവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അത് തുറക്കണം. ഈ ബാറ്ററി രണ്ട് AA ടൈപ്പ് AA ടൈപ്പ് ബാറ്ററിയാണ്. നമുക്കിതിലിടാം. ബാറ്ററിയിലിട്ടു. ഇനി ഈ സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ അത് ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ പ്രോബ് ഇതിൽ കണക്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രോബാണ്. ഇതിൻ്റെ പ്രോബ്. ഈ പ്രോബിൽ ഈ ബ്ലാക്ക് പ്രോബ് ഈ കോമൺ ആയിട്ടുള്ള ഈ സോക്കറ്റിലാണ് കണക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ റോട്ടറി സ്വിച്ച് ഇങ്ങനെ തിരിച്ചാൽ അത് ഓരോ മെഷർമെൻറ്റ് ഏതാണെന്നുള്ളതിനനുസരിച്ച് അതിൻ്റെ സോക്കറ്റിൻ്റെ അവിടെ ലൈറ്റ് കത്തും. അപ്പോൾ ഇവിടെ കോമണും ഹെഡ്സ് ഫ്രീക്വൻസിയും അതുപോലെ വോൾട്ടേജും കറണ്ടും ഒക്കെ മെഷർ ചെയ്യേണ്ടത് ഓരോ ഇത് തിരിച്ച് വയ്ക്കുമ്പോഴും അതാത് സോക്കറ്റിൻ്റെ അവിടെ ലൈറ്റ് കത്തും. ഇപ്പോൾ ഇവിടെ ഈ കോമൺ ഇതിൻ്റെ ഇവിടെയും ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ ഈ ചുവന്ന ഈ പ്രോബ് ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. എന്നിട്ടാണ് ഫ്രീക്വൻസി മെഷർ ചെയ്യുക. അതുപോലെ ഇത് ഓം നമുക്ക് റെസിസ്റ്റൻസും ഡയോഡും ഒക്കെ കണക്ട് ചെയ്യേണ്ടത് അതും ഇവിടെ തന്നെയാണ്. കപ്പാസിറ്റൻസ് കണക്ട് ചെയ്യണതും ഇവിടെ തന്നെയാണ്. ഇവിടെ കത്തുന്നുണ്ട്, ഇവിടെ തന്നെയാണ്. ഇത് ടെമ്പറേച്ചർ മെഷർ ചെയ്യണതാണ്. ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് രണ്ടുണ്ട്. ഇവിടെ കത്തുന്നുണ്ട്. ഇപ്പോൾ ഇത് ഈ സോക്കറ്റിലാണ് കത്തുന്നത്. ഇതിപ്പോൾ ഇരിക്കുന്നത് മൈക്രോ ആംബിയറിലാണ്. മൈക്രോ ആംബിയർ മെഷർ ചെയ്യുമ്പോൾ ഈ രണ്ട് സോക്കറ്റുകളാണ് ഉപയോഗിക്കുക. അതാണ് അവിടെ. മില്ലി ആംബിയർ ആകുമ്പോഴും ഈ സോക്കറ്റുമാണ് ഉപയോഗിക്കുന്നത്. അതിവിടെ കത്തുന്നുണ്ട്. ആംബിയർ ആകുമ്പോൾ അത് ഈ സോക്കറ്റിലാണ് കത്തുന്നത്. അപ്പോൾ ഈ ചുവന്ന പ്രോബ് ഇവിടെയാണ് വെക്കേണ്ടത് ആംബിയർ മെഷർ ചെയ്യുമ്പോൾ. അങ്ങനെ ഓരോന്നിനും ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഏത് സോക്കറ്റിൽ കണക്ട് ചെയ്യണം എന്നുള്ളത് അത് കാണിക്കും. ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഇത് വോൾട്ട്സ് AC വോൾട്ടാണ്. ഇവിടെ വെച്ച DC വോൾട്ട്. നമുക്ക് DC വോൾട്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററിയിൽ എത്ര വോൾട്ട്സ് ഉണ്ട് എന്ന് നോക്കാം നമുക്ക്.
ഇതിപ്പോൾ മില്ലി വോൾട്സിലാണ് ഇരിക്കുന്നത്. നമ്മളതിൻ്റെ ഫങ്ഷൻ ഇവിടെ പ്രസ് ചെയ്യണം. ഈ ബട്ടൺ ഉപയോഗിച്ച് ഫങ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിപ്പോൾ DC വോൾട്ടേജ് മെഷർ ചെയ്യുകയാണ്. അതിൽ കാണിക്കണു 7.41 വോൾട്ടാണ് ഈ ഒരു ബാറ്ററിയുടെ ഇപ്പോൾ ഉള്ള വോൾട്ടേജ്. ഇത് AC വോൾട്ട് അളക്കാനുള്ളതാണ്. ഇത് ഫ്രീക്വൻസി അളക്കാനാണ്. ഇനി നമുക്ക് ഇതിൽ ഫ്രീക്വൻസി ഒന്ന് അളന്ന് നോക്കാം. ഇവിടെ ഒരു ഫങ്ഷൻ ജനറേറ്റർ ഉണ്ട്. അതിലിപ്പോൾ 10 kHz ഫ്രീക്വൻസിയിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഇവിടെ മെഷർ ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് കാണുന്നു 9.998 kHz എന്നാണ് കാണിക്കുന്നത്. 10 kHz വളരെ അടുത്താണത്. 99.9 ഒക്കെ അക്യുറസി ഉണ്ട് അതിന്. ഇനി നമുക്ക് ഇതിൻ്റെ കറണ്ട് ഒന്ന് മെഷർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ റോട്ടറി സ്വിച്ച് തിരിച്ച് ഇവിടെ വയ്ക്കും. MA എന്നുള്ളതിൽ വയ്ക്കുന്നു. ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ലൈറ്റ്. അപ്പോൾ ഈ ചുവന്ന ഈ പ്രോബ് എടുത്തിട്ട് ഈ സോക്കറ്റിൽ ഇടണം. ഇവിടെ MA എന്ന് എഴുതിയിട്ടുണ്ട്. മില്ലി ആംബിയർ ആണ്. അതിലിട്ടിട്ടാണ് നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു LED-യും 2-3 റെസിസ്റ്ററുകളൊക്കെ വെച്ചിട്ടൊരു സർക്യൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഈ മീറ്റർ ഇതിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഈ സർക്യൂട്ടിൽ കറണ്ട് പ്രവഹിക്കുന്നതിന് സീരീസ് ആയിട്ട് ഇതിങ്ങനെ കണക്ട് ചെയ്താൽ അപ്പോൾ നമുക്ക് കാണാം ആ മീറ്ററിൽ ഈ LED കൂടെ പ്രവഹിക്കുന്ന കറണ്ട് ഇപ്പോൾ 8.02 MA ആണ്, മില്ലി ആംബിയർ. ഇങ്ങനെയാണ് ഈ മീറ്റർ ഉപയോഗിച്ചിട്ട് കറണ്ട് മെഷർ ചെയ്യണത്. അടുത്തായിട്ട് നമുക്ക് മൈക്രോ ആംബിയർ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇവിടെ ഈ റോട്ടറി സ്വിച്ച് ഇവിടെ MUA എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് നേർക്ക് തിരിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് മെഷർ ചെയ്ത് നോക്കാം. ഇപ്പോൾ അതിൽ 29.6 മൈക്രോ ആംബിയർ കറണ്ടാണ് ഇപ്പോൾ ഇത് കൂടെ പ്രവഹിക്കുന്നത്. ഈ LED-യുടെ ബ്രൈറ്റ്നസ് വളരെ കുറഞ്ഞു. കറണ്ട് വളരെ കുറവാണ്. ഇത് 220 kΩ റെസിസ്റ്ററാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് കാരണം കറണ്ട് വളരെയധികം ലിമിറ്റ് ചെയ്തിരിക്കുന്നു. 26, 29 മൈക്രോ ആംബിയറൊക്കെയാണ് ഇപ്പോൾ മീറ്ററിൽ കാണിക്കുന്നത്. ഇങ്ങനെയാണ് ഈ മീറ്റർ ഉപയോഗിച്ച് കറണ്ട് മെഷർ ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് കപ്പാസിറ്റൻസ് മെഷർ ചെയ്ത് നോക്കാം. ഈ റോട്ടറി സ്വിച്ചിന് തിരിച്ച് ഇവിടെ വയ്ക്കണം. ഇപ്പോൾ ഇവിടെ ഈ സോക്കറ്റിൽ ലൈറ്റ് കത്തുണ്ട്. അപ്പോൾ ഈ ചുവന്ന പ്രോബ് ഇവിടുന്ന് എടുത്തിട്ട് ഇതിൽ വയ്ക്കണം. ഇതിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ 2 പ്രോബുകൾ ഉപയോഗിച്ച് കപ്പാസിറ്റൻസിൻ്റെ അളവ് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇവിടെ ഇതൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ്. ഇതിന് പോളാരിറ്റി ഉണ്ട്. ഇത് ഇവിടെ നെഗറ്റീവ് എന്ന് എഴുതി, മൈനസ് എന്ന് എഴുതി കാണാം. ഇത് നെഗറ്റീവ് ടെർമിനലും ഇത് പോസിറ്റീവ് ടെർമിനലുമാണ്. നെഗറ്റീവ് ലീഡ്, പോസിറ്റീവ് ലീഡ്. നമുക്ക് ഇത് എത്ര MUF ഉണ്ടെന്ന് നമുക്ക് അളന്ന് നോക്കാം. .18 MF ആണ് ഇതിൻ്റെ കപ്പാസിറ്റൻസ്. അതവിടെ മീറ്ററിൻ്റെ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ മീറ്റർ ഉപയോഗിച്ച് കപ്പാസിറ്റൻസ് മെഷർ ചെയ്യുന്നത്. ഈ മീറ്ററിൽ മറ്റൊരു ഫങ്ഷൻ ഉണ്ട്, ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ളത്. ഈ റോട്ടറി സ്വിച്ച് ഇങ്ങനെ തിരിച്ച് വയ്ക്കുക. ഡിഗ്രി ഫാരൻഹീറ്റ്, സെൽഷ്യസും ഫാരൻഹീറ്റ് ഇതിൽ അളക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഇവിടെ സെൽഷ്യസും മുകളിൽ ഫാരൻഹീറ്റുമാണ്.
നമുക്ക് ഈ പ്രോബ് ഉപയോഗിച്ചാണ് അത് മെഷർ ചെയ്യണത്. ഇതിനെ നമ്മൾ തെർമോകപ്പിൾ എന്ന് പറയും. ഈ 2 പ്രോബും ഇതിൽ നിന്ന് അഴിച്ചതിന് ശേഷം ഈ തെർമോകപ്പിൾ ഇതിൽ കണക്ട് ചെയ്യണം. ഇപ്പോൾ ഈ 2 സോക്കറ്റിൻ്റെ ഇവിടെ ലൈറ്റ് കത്തുണ്ട്. ബ്ലാക്ക് ഈ സോക്കറ്റിലും റെഡ് അതിന് മുകളിലുള്ള ഈ സോക്കറ്റിലുമാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത് കണക്ട് ചെയ്തിട്ട് ഈ തെർമോകപ്പിളിൻ്റെ ഈ അറ്റം നമ്മൾ ഏത് വസ്തുവിൻ്റെ ആണോ ടെമ്പറേച്ചർ അളക്കേണ്ടത് അതിന് മുകളിൽ കൊണ്ടുപോയി ടച്ച് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഇവിടെ ഈ മൾട്ടിമീറ്ററിൻ്റെ ഈ ഡിസ്പ്ലേയിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ 27 ഡിഗ്രി കാണട്ടെ. ഞാൻ അതിൽ പിടിച്ചാൽ എൻ്റെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ഇപ്പോൾ അതിൽ വരുന്നുണ്ട്. 32, 33 ഡിഗ്രി സെൽഷ്യസ്, 91 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് കാണിക്കുന്നത്. ഇത് വിട്ട് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയും, ആ റീഡിങ് താഴോട്ട് വരും. നിങ്ങൾക്ക് കാണാതെ ഡിസ്പ്ലേയിൽ സാവകാശം അത് താഴോട്ട് ഇറങ്ങി വന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ നിൽക്കും. അത് ഇനി ഇതിൻ്റെ ഈ ബട്ടണുകളെ കുറിച്ചൊന്ന് പറയാം. ഈ FUNC ഇതൊരു ഫങ്ഷൻ ബട്ടണാണ്. അത് പ്രസ് ചെയ്താൽ ഇതിൻ്റെ ഫങ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ AC വോൾട്ടേജ്, ഇപ്പോൾ DC വോൾട്ടേജ്. ഇത് ഹോൾഡ് ഫങ്ഷനാണ്. ഇതിൽ എത്രയാണ് ഇതിൻ്റെ റീഡിങ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് അമർത്തിയാൽ അത് ഹോൾഡ് ആവും, പിന്നെ മാറില്ല. വീണ്ടും ഒന്നും കൂടി അമർത്തിയാലേ ഇത് മാറുള്ളൂ. അപ്പോൾ നമ്മൾ മെഷർമെൻ്റൊക്കെ എടുക്കുമ്പോൾ അത് കുറച്ച് നേരം ഹോൾഡ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് അത് എത്രയാണെന്ന് അറിയാൻ പറ്റും. അതിനുള്ളൊരു ബട്ടണാണിത്. വീണ്ടും ഒന്നും കൂടി അമർത്തിയാൽ ഹോൾഡ് പോവും. ഇത് മാക്സിമം മിനിമം ബട്ടണാണ്. ഓരോ മെഷർമെൻറ്റിൻ്റെയും മാക്സിമവും മിനിമവും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് ലൈറ്റാണ്. ഡിസ്പ്ലേയുടെ ബാക്ക് ലൈറ്റ് നിങ്ങൾക്ക് കാണാം. ഇത് പ്രസ് ചെയ്ത ബാക്ക് ലൈറ്റ് കത്തും. അതിൻ്റെ കൂടെ തന്നെ ഇതിൽ ടോർച്ചും ഉണ്ട്. അമർത്തി പിടിച്ചാൽ ഇതിൻ്റെ ടോർച്ച് ഇതുപോലെ ഇങ്ങനെ കത്തും. വീണ്ടും ഒന്നും കൂടി അമർത്തി പിടിച്ചാൽ അത് ഓഫാവും. ഇത്രയും ഒക്കെ ഫീച്ചറുകളുള്ള ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്ററാണിത്. ഇതിൻ്റെ ഇപ്പോഴത്തെ വില ആമസോണിൽ 2300 രൂപയാണ്, 2299. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പുതിയ മൾട്ടിമീറ്ററിനെ പരിചയപ്പെട്ടു. അതിൻ്റെ ഫങ്ഷൻസൊക്കെ എങ്ങനെയാണ് അത് മെഷർ ചെയ്യണതെന്നൊക്കെ കണ്ട് മനസ്സിലാക്കി. ഇനി വരുന്ന വീഡിയോകളിൽ ഇലക്ട്രോണിക്സിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാം.